ഓസ്കാർ വാങ്ങിച്ചിട്ട് വന്നതൊന്നുമല്ലല്ലോ, ഒരാളെ കൊന്നിട്ട് വന്നതല്ലേ. അതിന് ഇത്രയൊക്കെ സ്വീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നതിന് ഇത്രയൊക്കെ സന്തോഷം കാണിക്കേണ്ട കാര്യമുണ്ടോ? വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി മനുഷ്യരെ വേർതിരിച്ച് തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന കുറെ എണ്ണത്തിന്റെ കമന്റുകളാണ് ഇതൊക്കെ. ഇവനൊക്കെ ഇതൊക്കെ പറയാൻ കാരണം അയാളുടെ പേരാണ്, അല്ലാതെ വേറൊന്നുമല്ല. എടാ, നിനക്കൊക്കെ പോയി ചത്തൂടെ എന്ന് മാത്രമേ നിന്നോടൊക്കെ പറയാനുള്ളൂ. ഇവിടെ ജാതിയും മതവും നോക്കാതെ ആ മനുഷ്യന്റെ തിരിച്ചുവരവിൽ കേരളം മുഴുവൻ സന്തോഷിക്കുകയാണ്. ചെയ്യാത്തൊരു തെറ്റിന് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ഇരുളറയിൽ കിടന്ന് അനുഭവിച്ചു തീർത്തു. സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കണ്ണീരോടെ കാത്തിരുന്ന ഒരു പൊന്നുമ്മയുടെ മുഖം ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല. ആ ഉമ്മയുടെ കണ്ണീരിന്റെ വിലയാണ് മലയാളികൾ ജാതി മതം നോക്കാതെ പിരിച്ചു നൽകിയ 34 കോടി രൂപ. ആ 34 കോടിയിൽ നിന്നെ പോലുള്ള വർഗീയവാദികൾ ഇല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിമാനം. ആ കുടുംബത്തിന്റെ ആ ഒരു സന്തോഷത്തിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യസ്നേഹിയോടാണ്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ മനുഷ്യന് തിരികെ നാട്ടിൽ വരാൻ കഴിയില്ലായിരുന്നു. മരണത്തിന് തൊട്ടു മുന്നിൽ നിന്നും ആ മനുഷ്യനെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന എല്ലാ നല്ലവരായ മലയാളികളോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. വിഷം തുപ്പുന്ന പട്ടികളോടാണ് പറയാനുള്ളത്, മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കട ഇനിയെങ്കിലും.